ഹായ്, ഞാൻ റാഷി. ഏവർക്കും പോസ്റ്റർ എഡിറ്റിംഗ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് പോസ്റ്റർ ടു ആപ്ലിക്കേഷനാണ്. അതിന് കാരണമുണ്ട്. പോസ്റ്റർ ടു സിമ്പിൾ ആപ്ലിക്കേഷനാണ്, ആർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും. പോരാത്തിന് നല്ല പവർഫുൾ ആപ്ലിക്കേഷനാണ്. നമ്മളെ ഓരോ പോസ്റ്ററും നല്ല പ്രൊഫഷണൽ ലുക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പോസ്റ്റർ ടു ആപ്ലിക്കേഷൻ. ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ അടിപൊളി ടൂൾസുകൾ അടങ്ങിയ കിടിലൻ ആപ്ലിക്കേഷൻ. എന്നാൽ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി പോസ്റ്റർ ടു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തോളൂ. നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പോസ്റ്റർ എന്നല്ല, ഒരു ബ്ലോഗ് ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ, ഒരു കണ്ടന്റ് നമ്മൾ കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് കാണുന്ന പോസ്റ്റർ വായിച്ചാൽ വായിച്ച ആൾക്ക് അതിലെ കണ്ടന്റ് പെട്ടെന്ന് മനസ്സിലാകും. എന്തെങ്കിലും കുറേ ചെയ്തു വെച്ചതുകൊണ്ട് കാര്യമില്ല. കുറേ കളറുകൾ, കുറേ ഫോണ്ടുകൾ, കുറേ ഫോട്ടോസുകൾ ആഡ് ചെയ്തുകൊണ്ട് ആവശ്യമില്ല. നല്ല കളറായിരിക്കണം, അതുപോലെ സിമ്പിളായിരിക്കണം. ഉദാഹരണത്തിന് നമുക്കൊരു 3 സെക്ഷനായിട്ട് തിരിക്കാം. ആദ്യം ഒരു സെമിനാറിൻ്റെതാണെങ്കിൽ ആ സെമിനാറിൻ്റെ പേര് ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ ആ സെമിനാറിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, അതിൽ സംബന്ധിക്കുന്ന ആൾക്കാരുടെ പേര്, കാര്യം, ഡീറ്റെയിൽസുകൾ കൊടുക്കുന്നു. പിന്നെ നമ്മൾ അതിൽ എവിടെയാണ് അത് ഉള്ളത്, ആ സ്ഥലത്തിൻ്റെ പേര്, ഡേറ്റ്, ടൈം, ഇനി കോണ്ടാക്ട് നമ്പർ, അങ്ങനെ കൊടുക്കും. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് നമ്മൾ എപ്പോഴും പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് ഒരു കസ്റ്റമർ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് തന്നാൽ നമ്മൾ ആ കണ്ടന്റ് കേൾക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ മനസ്സിലൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മളെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ആ നമ്മൾ മനസ്സിൽ കണ്ട പോസ്റ്ററിലേക്ക് നമ്മൾ വർക്ക് തുടങ്ങണം. അങ്ങനെ നമ്മളെ ഓരോ സമയത്ത്, ചില സമയത്ത് നമ്മളത് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും, ഒരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ പല സോഴ്സുകളുണ്ട്. സെയിം കണ്ടന്റുകൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക, അതൊക്കെ നോക്കുക, അവരൊക്കെ എങ്ങനെ ചെയ്തിട്ടുള്ളത് നോക്കുക. എന്നിട്ട് അത് നോക്കിയിട്ട് സെയിം കോപ്പി പേസ്റ്റ് ചെയ്യാതെ അതിൻ്റെ ഏകദേശ രൂപം എടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുക. വർക്ക് ചെയ്ത് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളതായ ക്രിയേറ്റിവിറ്റി പിന്നെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളതായ ചേഞ്ചസുകൾ ചെയ്തിട്ട് ആ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല, എൻ്റെ മൈൻഡിലേക്ക് അങ്ങനെ വരുന്നില്ല എന്നല്ലാണ്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി നിർത്തരുത്. അപ്പോൾ നമ്മളെ പോസ്റ്റർ ടു ട്യൂട്ടോറിയൽ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ പ്ലേ സ്റ്റോറിൽ കയറി പോസ്റ്റർ ടു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നാൽ